29 കുട്ടികൾക്കായി ഒറ്റ നോട്ടത്തിൽ ഗ്ലോബൽ ടൈഗർ ഡേ കടുവാ ദിനം. ഇന്ത്യയിൽ കടുവകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങൾ. പ്രധാനപ്പെട്ടത് 1972 വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ 38. 1973 മുതൽ പ്രോജക്റ്റ് ടൈഗറിൻ്റെ ഭാഗമായിട്ട് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി കടുവാ സംരക്ഷണ മേഖലകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു തുടങ്ങി. നാളിതുവരെ 2025 മാർച്ച് വരെ 58 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ പ്രധാനപ്പെട്ടത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം, തേക്കടി. കടുവകളും മനുഷ്യനും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവഹാനിക്ക് കടുവകൾ കാരണമാകുന്നതായിട്ട് ടിവികളിലും പത്രങ്ങളിലും ജനവാസ മേഖലകൾ ആക്രമിച്ച് മനുഷ്യനെ കൊലപ്പെടുത്തുന്നതുമായിട്ട് കണ്ടുവരും. ഇതിനെക്കുറിച്ച് കുട്ടികൾ ഒരു അവബോധമുണ്ടാക്കുക, പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ് നമുക്ക് ആകാവുന്നത് എന്ന് നമ്മളും അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങളുടെ മുതിർന്നവരോടും നിങ്ങൾ വായിച്ചും നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിച്ചു മനസ്സിലാക്കാം. ഒന്ന്, വനനശീകരണമാണോ കടുവകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്, അതോ കടുവകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതാണോ, അതോ കടുവകൾക്ക് ഇര തേടുന്നതിനുള്ള ഇരകളുടെ എണ്ണം കുറഞ്ഞതാണോ, അതോ മുറിവേറ്റതോ പ്രായമായതോ ആയ കടുവകൾ ഇര തേടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നമ്മുടെ കന്നുകാലികളെയൊന്നും കിട്ടാതെ വരുമ്പോൾ മനുഷ്യരെയും ആക്രമിച്ച് ആഹാരമാക്കുന്നതാണോ എന്നൊക്കെയുള്ളത് വിശദമായിട്ട് നമ്മൾ പഠിക്കുക, അതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുക. കടുവകളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ ആവാസ വ്യവസ്ഥ സസ്യഭോജികൾ കൂടിക്കഴിഞ്ഞാൽ പൂർണ്ണമായും വനങ്ങൾ ഇല്ലാതാവുമെന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണത്തിലുള്ള കുറയാനും പാടില്ല, ഇത് കൂടാനും പാടില്ല. ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠനത്തിലൂടെ പ്രോജക്റ്റിലൂടെ അതിവേഗം തന്നെ ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം ഒരു തെരുവ് പട്ടിയെ കൊണ്ടായാലും ഒരു കടുവയെ കൊണ്ടായാലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുള്ള പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് തന്നെ ജീവഹാനി വരുമ്പോൾ മൃഗങ്ങളെപ്പോലെ തന്നെ വന്യജീവികളെപ്പോലെയും തെരുവ് പട്ടികളെ പോലെ തന്നെ അവർക്കും അവരുടേതായ സംരക്ഷണങ്ങൾ കൊടുത്തിട്ട് നമ്മളെയും അവർ നരഭോജികളാകാതെ മനുഷ്യനെ ആക്രമിക്കാതെ വരുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ജാഗ്രത പാലിച്ച് ഇതിനെക്കുറിച്ചൊരു പഠനവും ജാഗ്രതയുള്ളവരായിട്ടും ഇരിക്കാൻ കുട്ടികളെ ചെറുതിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.